ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യം വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഞാൻ നിന്നെ സഹായിക്കുമെന്ന വാക്യം ദൈവസ്നേഹത്തിൻ്റെ ശക്തവും അസന്ദിഗ്ധവുമായ ഒരു പ്രകടനമാണ്. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിലായിരുന്ന കാലഘട്ടത്തിലും അവർ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരുന്ന സമയത്തും എഴുതിയതാണ് ഈ വേദഭാഗം. ഈ വചനഭാഗം കർത്താവ് നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതായി നമുക്ക് തോന്നുന്നുവെങ്കിൽ അതിൽ അതിശയിക്കുവാനൊന്നുമില്ല. സർവശക്തനായ ദൈവം നമ്മുടെ വലങ്കൈ പിടിച്ച് നമ്മോട് ഭയപ്പെടണ്ട എന്നരുളി ചെയ്തിരിക്കുന്നു. വലങ്കൈ അനുഗ്രഹത്തിൻ്റെയും ശക്തിയുടെയും പരമാധികാരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കരമാണ്. നമ്മുടെ കർത്താവുമായുള്ള ബന്ധം വളരെ അടുത്തതാണ്. അന്ധകാരത്തിൽ കിടക്കുന്ന തൻ്റെ ജനത്തോട് ദൈവം പറയുന്നു, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നെ സഹായിക്കും. ഓർക്ക, ദൈവം തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ സജീവമായി സന്നിഹിതനായിരിക്കുന്നു. ആ ഉറപ്പ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്ര ആശ്വാസകരമാണ്. ദൈവത്തിൻ്റെ കരം നമ്മെ പിടിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും കൂടാതെ അത് നമ്മെ ശക്തീകരിക്കുന്നതുമാണ്. ഉടമ്പടി ദൈവമായ നമ്മുടെ കർത്താവ് വെറുമൊരു ദൂരത്തുള്ള ദൈവമല്ലെന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ ഏതവസ്ഥയിലും സഹായിക്കുവാനും സംരക്ഷിക്കുവാനും കഴിവുള്ളവനാണ് എന്നും നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്ന വേദഭാഗത്തിൽ നാം വെല്ലുവിളികൾ നേരിടുമ്പോൾ ദൈവം നമ്മോടുകൂടെ ഇരിക്കുകയും നമ്മെ നയിക്കുകയും ഭയമുളവാക്കുന്ന എല്ലാ മേഖലകളെയും മറികടക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. പുതിയ നിയമ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മുടെ വലങ്കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലായുണ്ട്. ഏതവസ്ഥയിലും ധൈര്യത്തോടെ മുന്നേറുക. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. വിളിച്ചവൻ വിശ്വസ്തൻ. പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.